ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 257. നമ്മൾ 58ാമത്തെ ഉപനിഷത്തായിട്ട് കൗശീതകി ബ്രാഹ്മണോപനിഷത്താണ് നോക്കുന്നത്. അതിൽ ഇന്ന് 2ാമത്തെ അധ്യായത്തിൽ 9ഉം 10ഉം മന്ത്രങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യം 9ൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒരിക്കലും വാക്ക്, ചക്ഷുസ്, ശ്രോത്രം, മനസ്സ് ഇവക്കെല്ലാം അഹങ്കാരമുണ്ടായി. ഞാനാണ് ഏറ്റവും കണ്ണു വിചാരിച്ചു ഞാനാണ് ഏറ്റവും കേമൻ, മനസ്സ് വിചാരിച്ചു ഞാനാണ് ഏറ്റവും കേമൻ, കേൾവി വിചാരിച്ചു ഞാനാണ് ഏറ്റവും കേമൻ, സംസാരം വാക്ക് വിചാരിച്ചു ഞാനാണ് ഏറ്റവും കേമൻ. എല്ലാം അഹങ്കാരിച്ചിട്ട് അവരെല്ലാം ഒരു കാര്യം ചെയ്തു. അവരെല്ലാം പ്രാണനോടൊപ്പം നേരെ ശരീരം വിട്ട് പുറത്തേക്ക് പോയി. ശരീരം വിട്ട് പുറത്തേക്ക് പോയി. അതിനുശേഷം ഈ ഇന്ദ്രിയങ്ങളെല്ലാം, അതായത് വാക്ക് പ്രാണനോടൊപ്പമാണ് പുറത്തേക്ക് പോയത്. എന്നിട്ട് ഇന്ദ്രിയ ദേവതകൾ, വാക്ക്, കണ്ണ്, കേൾവി, കാഴ്ച, ഇതെല്ലാം ഓരോന്നായിട്ട് ശരീരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ആ ശരീരത്തിന് കാണുക, കേൾക്കുക, സംസാരിക്കുക എന്നീ ഗുണങ്ങൾ കിട്ടിയെങ്കിലും അവയ്ക്ക് അവയുടെ പ്രഭാവം പ്രകടിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. കാണാൻ, കേൾക്കാം, അങ്ങനെ ഒരു പ്രതിഭ പോലെ ആയെങ്കിലും അവയുടെ പ്രഭാവം എന്തുകൊണ്ട്? പ്രാണൻ കയറിയില്ല. പ്രാണൻ മാത്രം കയറിയില്ല, ബാക്കിയെല്ലാം കയറി. പ്രാണനില്ലാത്തതിനാൽ വേണ്ട വിധത്തിൽ അവരുടെ കാര്യക്ഷമത പ്രവർത്തിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അവർക്ക് പ്രാണനില്ലാത്തത് കൊണ്ട് കാണാമെന്നല്ലാതെ അതിനെക്കൊണ്ടുള്ള പ്രയോഗത്തിൽ അതിനെക്കൊണ്ട് ഒരു ഉപയോഗമില്ലാത്ത തരത്തിലാണ് ഉണ്ടായത്. കാര്യക്ഷമത പ്രകടിപ്പിക്കണ്ടെങ്കിൽ പിന്നെ എപ്പോഴാണ് പറ്റിയത്? പ്രാണൻ അകത്തേക്ക് കയറിയപ്പോഴാണ്. അപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി പ്രാണനാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രാണൻ്റെ മഹത്വം അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. പ്രാണൻ സർവോപരി മഹത്വമുള്ളതാണെന്ന് അവർ അംഗീകരിച്ചു. ഈ പറയുന്നതിനർത്ഥം പ്രാണനുള്ളത് വരെ മാത്രമേ നമുക്ക് കാണാനും കേൾക്കാനും എല്ലാം പറ്റുകയുള്ളൂ. പ്രാണനില്ലെങ്കിൽ, പ്രാണൻ പോയി കഴിഞ്ഞാൽ ഈ അവയവങ്ങൾക്കൊന്നും ഒരു ഗുണവുമില്ല, ഒരു ഉപയോഗവുമില്ല. അപ്പം ഇവയെല്ലാം നിലനിർത്തുന്നത് പ്രാണൻ എന്ന, അതായത് നാഡികളിലൂടെ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ്. നമ്മളൊരു കമ്പ്യൂട്ടറിൽ മോണിറ്ററുണ്ട്, മൗസുണ്ട്, കീബോർഡുണ്ട്, എല്ലാം ഉണ്ടായാലും അതിൻ്റെ പ്രാണനില്ലെങ്കിൽ അതിലൂടെ പോകുന്ന പ്രാണൻ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അതിൻ്റെ ശ്വാസം ഏതാണ്? വൈദ്യുതിയാണ്. കറണ്ട് പോയാൽ, സപ്ലൈ പോയാൽ അതെല്ലാം നിശ്ചലമായി പോകും. ഇതെല്ലാം ആക്റ്റീവ് ആണെങ്കിൽ അതിനെ ഏകോപിപ്പിക്കുന്ന ആ ഒരു ശക്തി വിശേഷം പ്രാണൻ. നമ്മളെ പ്രാണൻ എന്ന് പറയുന്നത് ശ്വാസമായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഈ ശ്വാസം തന്നെ ഹൃദയത്തിൽ നിന്നുള്ള ചില പൾസുകളാണ് ശ്വാസത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതെല്ലാം നാഡികളിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നൽ സിസ്റ്റമാണ്. ആ സിഗ്നൽ സിസ്റ്റം ഹൃദയത്തിൽ നിന്നാണ് നാഡികൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത്. അതിലൂടെ ആ സിഗ്നൽ സിസ്റ്റത്തിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. അത് വരുമ്പോൾ ഉടനെ ശ്വാസവും ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസവും, അതുകൊണ്ട് ശ്വാസത്തെയും പ്രാണനായിട്ട് സാധാരണ ജനത്തിന് പ്രാണനായിട്ട് കാണാം. ശ്വാസം പോയതെന്നല്ലേ നോക്കൂ. പക്ഷെ ആ ശ്വാസത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്നതും ഒരു സിഗ്നൽ സിസ്റ്റമാണ്. ആ സിഗ്നൽ സിസ്റ്റമാണ് ശ്വാസത്തെ വർക്ക് ചെയ്യുന്നത്. അതില്ലെങ്കിൽ പിന്നെ ശ്വാസത്തെ നമുക്ക് വെറുതെ ഇങ്ങനെ വല്ല ഇതും വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ശ്വാസം കയറ്റിയും പിടിയും ചെയ്തുകൊണ്ട് ടയറിൽ കാറ്റടിച്ച് കയറ്റുന്നവർ കയറ്റിക്കൊണ്ടൊന്നും വർക്ക് ചെയ്യില്ല. അപ്പം നാഡികളിലൂടെയുള്ള പ്രാണനാണ് ശ്വാസത്തെയും വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ വെറുതെ കാറ്റ് കയറി ഇറങ്ങിയത് കൊണ്ട് ആയില്ല. എങ്കിലേ നമുക്ക് വെറുതെ ഇങ്ങനെ കാറ്റടിച്ച് കയറ്റി കൊടുത്താൽ മതിയായിരുന്നു. അതുപോലെ അതിൽ
വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷം ഹൃദയത്തിൽ നിന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് പ്രാണൻ. അത് നാഡികളിലൂടെയാണ്. അത് ആക്റ്റീവ് ആകുമ്പോൾ ഉടനെ തന്നെ ശ്വാസവും ആക്റ്റീവ് ആകും. പക്ഷെ നമുക്ക് അതിനെ നോക്കാൻ വഴിയൊന്നുമില്ല. നമുക്ക് നോക്കാൻ ശ്വാസത്തെ പറ്റുകയുള്ളൂ. ഇനി 10 വേറൊരു കാര്യം പറയുകയാണ് കൗശിതകി മഹർഷി. തൻ്റെ അന്ത്യകാലം സമീപിച്ചു എന്നറിയുന്ന ഒരു പിതാവ്, എനിക്കിനി അധികകാലമൊന്നുമില്ല, കുറച്ചു കാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്ന പിതാവ് എന്ത് ചെയ്യണം? പുത്രനെ വിളിച്ചിട്ട് തൻ്റെ പ്രാണശക്തിയെ അവനിൽ പ്രതിഷ്ഠിക്കണം. തൻ്റെ പ്രാണശക്തിയെ അവനിൽ പ്രതിഷ്ഠിക്കണം. ഇത് ഒരു ഞാൻ തന്നെയാണ് അവനെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള, ഞാൻ എല്ലാം അവനിലേക്ക് കൈമാറിയിട്ട് പോകുന്നു എന്ന നിലയിൽ പറയാൻ വേണ്ടിയാണ്. ഇതൊരു തുടർച്ചയായ ചക്രമാണ്. എന്നിലുള്ള ജനിതക ഘടന തന്നെയാണ് അവന് വേറെ ഭാര്യയിലുള്ളതും കൂടി ചേർന്നിട്ടാണ് അവനായിട്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്നിലെ ജനിതക ഘടനയാണ്. പക്ഷേ ആ ബ്രഹ്മവും ഏതാണ്? എന്നിലുള്ള ആത്മാവ് തന്നെയാണ് അവനിലുള്ളത്. എല്ലാം ബ്രഹ്മമാണ്. യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ് അവൻ. പിന്നെ മായ കൊണ്ട് രണ്ടായിട്ട് തോന്നുന്നതാണ്. അപ്പം നമ്മൾ മരിക്കാനായി എന്ന് പറയുമ്പോൾ അവനെ ഏൽപ്പിക്കുന്ന മാതിരി ചിന്തിക്കണം. യഥാർത്ഥത്തിൽ എൻ്റെ കണ്ടിന്യൂഷനാണ് മകൻ. ആ നിലയിൽ കണ്ടുകൊള്ളണം. അല്ല ഞാൻ പോകുന്നൊന്നുമില്ല, ഞാൻ അവനിലൂടെ ആക്ട് ചെയ്യുക. അവൻ അങ്ങനെ ഒരു ചെയിനായിട്ടാണ് ഇത് പോകുന്നത്. അപ്പം പ്രാണശക്തിയെ അവനിൽ പ്രതിഷ്ഠിക്കണം. അതിനായി എന്ത് വേണം? അയാൾ പുത്രൻ്റെ എല്ലാ അവയവങ്ങളും സ്പർശിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? തൻ്റെ വാക്ക് അവനിലേക്ക് കൊടുക്കണം. തൻ്റെ പ്രാണൻ അവനിലേക്ക് കൊടുക്കുന്നു. പിന്നെ ചക്ഷുസ്, ശ്രോത്രം, എല്ലാം, അന്നരസം, കർമ്മം, എൻ്റെ കർമ്മവും അവനിലേക്ക് കൊടുക്കുകയാണ്. എൻ്റെ സുഖദുഃഖങ്ങൾ, സുഖം മാത്രം കൊടുക്കാൻ പറ്റില്ല, എല്ലാം ഇതെപ്പോഴും സുഖവും ദുഃഖവും ദ്വയമായിട്ടാണ്, എല്ലാം അവന് കൊടുക്കുകയാണ്. സന്താനോൽപാദനം ചെയ്യാനുള്ള ശക്തി അവന് കൊടുക്കുകയാണ്. സംസാര ശക്തി കൊടുക്കുകയാണ്. ബുദ്ധി മുതലായവയെല്ലാം അവന് പ്രദാനം ചെയ്യണം. വിളിച്ചിട്ട് അവയവത്തിട്ട് പറയണം, ഇതെല്ലാം ഞാൻ എനിക്ക് തന്നിരിക്കുകയാണ്. ഇത് മാനസികമായിട്ടുള്ള ഒരു ആ നിലയിൽ കാണണം. പുത്രൻ അപ്പോൾ അത് സ്വീകരിക്കും. ശരി, ഞാൻ സ്വീകരിച്ചോളാം, എല്ലാം സ്വീകരിച്ചിരിക്കുന്നു. അങ്ങയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇനി മുതൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തോളാം. എല്ലാം അങ്ങേക്ക് പുത്രന് വിട്ടുകൊടുത്തിരിക്കുക. അപ്പം പുത്രൻ ഏറ്റെടുക്കാൻ അത് ബാധ്യസ്ഥനുമാണ്. എന്നിട്ട് അതിനുശേഷം പിതാവ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? എല്ലാം കൊടുത്തല്ലോ. അതുകൊണ്ട് പക്ഷേ കാറ്റ് പോയി ഇന്ന് വരില്ല, ശ്വാസം നിന്നിട്ടുണ്ടാവില്ല. അത് നമ്മളെ പരിധിയിലല്ലല്ലോ. അത് ആ ശക്തി വിശേഷമാണല്ലോ തീരുമാനിക്കട്ടെ നമ്മളെപ്പം മരിക്കണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഇനിയുള്ള കാലം ഒന്നുകിൽ അവനെ ആശ്രയിച്ചിട്ട് കഴിയുക, മുഴുവൻ ഉത്തരവാദിത്തം അവനെ ഏറ്റെടുക്കുക, എല്ലാം അവനെ ആശ്രയിച്ചിട്ട് മരിക്കുന്നത് വരെ ഇനിയുള്ള കാലം അങ്ങനെ കഴിച്ചു കൂട്ടുക. എല്ലാം അത് വേണമെങ്കിൽ വേദം പറഞ്ഞ പുരാണ ഉപനിഷത്തുകളെല്ലാം പറയുന്ന ഒരു വഴിയുണ്ടല്ലോ. എല്ലാം ഉപേക്ഷിച്ചിട്ട് വാനപ്രസ്ഥത്തിലേക്ക് പോവുക. വീട് ഉപേക്ഷിച്ച്, അല്ല മകൻ്റെ കീഴിൽ ഇനി ജീവിക്കാൻ താല്പര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച്, ഗൃഹം അടക്കം ഉപേക്ഷിച്ചിട്ട് സന്യാസത്തിന് പോയിക്കൊള്ളുക. വീട് വിട്ടിറങ്ങിക്കൊള്ളുക. കാട്ടിലേക്കോ ഗുഹയിലേക്കോ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരുടെ മാനസികാവസ്ഥ അനുസരിച്ചിട്ട് ഇതെല്ലാം വിട്ടിട്ട് അവൻ്റെ മാർഗത്തിലേക്ക് അങ്ങ് പോയിക്കൊള്ളുക. അവനുള്ള പിന്നെ വേദം പറഞ്ഞിരിക്കുന്ന വഴി എന്താണ്? കർമ്മങ്ങളൊന്നും ബാക്കിയില്ല, എല്ലാം അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. പിന്നെയുള്ള വഴി എന്താണ്? വാനപ്രസ്ഥമോ, വയസ്സാകാലമായി. അപ്പം വാനപ്രസ്ഥവും സന്യാസവും എല്ലാം ഒന്നിച്ചങ്ങെടുക്കാം.
വല്ല ഗുഹയിലും പോയിരുന്നിട്ട് ജീവിതം കഴിയുന്നത് വരെ, മരണം വരെ അങ്ങനെ കഴിഞ്ഞു കൂടുക. ഇവിടെ കൗശികി പറയുന്ന, ഋഷി പറയുന്ന ഒരു പ്രത്യേക തരത്തിൽ പറയുകയാണ്. എല്ലാം മനുഷ്യ പുത്രനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇതെല്ലാം അങ്ങനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരം തൊട്ടിട്ട് എൻ്റെ പ്രാണനെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് പ്രാണൻ ബാക്കിയാകാൻ പാടില്ല. അതെല്ലാം ഒരു ആലങ്കാരികമായിട്ട് പറയുന്നതായിട്ട് കണ്ടാൽ മതി, അല്ലാതെ ഇതൊന്നും പറയരുത്. ഇത്രയേ അർത്ഥമുള്ളൂ. ഏകദേശം നമ്മളെ കർമ്മങ്ങളെല്ലാം തീരുമ്പോൾ പുത്രൻ വലുതായി കഴിഞ്ഞാൽ, പുത്രൻ അത് ഏറ്റെടുക്കാനുള്ള തൻ്റെ ഇടവും കഴിവുമെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം അവനെ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിട്ട് കൊള്ളണം. പിന്നെ വേണമെങ്കിൽ അവിടെ അങ്ങനെ കൂടാം, അല്ലെങ്കിൽ എല്ലാം വിട്ടിട്ട് സ്വതന്ത്രമായിട്ട് വല്ല ഗുഹയിലോ വല്ല എടുത്തോ പോയിട്ട് ബാക്കിയുള്ള കാലങ്ങൾ കഴിച്ചു കൂട്ടുക. ഇതാണ് മനുഷ്യന് വിധിച്ചിട്ടുള്ള വഴി. ഇത് ഇങ്ങനെ കുറച്ച് പ്രായോഗികമായിട്ടുള്ള വഴി പറഞ്ഞിരിക്കുകയാണ്. സാധാരണ നിലയിൽ അങ്ങനെയൊന്നുമല്ല. മകൻ വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം ഞാനിനി സന്യസിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ സമ്മതവും വാങ്ങിയിട്ട് നേരെ അങ്ങ് പോയിക്കൊള്ളുക. ഇനിയെല്ലാം നിങ്ങൾ നോക്കിക്കോന്ന് പറഞ്ഞ് പോയിക്കൊള്ളുക. ഇതാണ് ശരിയായി, ഇത്രയേ ആവശ്യമുള്ളൂ. അല്ലാതെ വിളിച്ചിട്ട് ശരീരം തടയിട്ട് ഓരോന്നും ഞാൻ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. പ്രാണനെ ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാണനയുടെ ഉണ്ടാകാൻ പാടില്ല. അപ്പം ആ അർത്ഥത്തിലൊന്നും എടുക്കരുത്. ഉപനിഷത്തിൽ ചില വേദങ്ങളിലെല്ലാം പറയുന്ന അതേ അർത്ഥത്തിലെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പോലും അന്തം വിട്ടു. ഇതെന്തൊന്നും ഈ പറയുന്നു? പ്രാണൻ ഏൽപ്പിച്ചാൽ പിന്നെ എങ്ങനെ ജീവിക്കും? ഇങ്ങനെയെല്ലാം ചോദ്യം വരും. ആ തരത്തിലൊന്നും അത് എടുക്കണ്ട, വളരെ ലളിതമായിട്ട് എടുത്താൽ മതി. അതായത് മക്കൾ വലുതായി കഴിഞ്ഞാൽ അവരെ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിട്ടു കൊടുക്കുക. നമ്മളെ റോളെല്ലാം കളഞ്ഞ് പിന്നെ അവിടെ കിടന്നിട്ട് അങ്ങനെ ചുറ്റിക്കറങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇത് പറയുന്നതാണ്. ഇനി അങ്ങനെ നമ്മൾ രണ്ടാമത്തെ അധ്യായം കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് അടുത്ത ക്ലാസ്സിൽ കിടക്കാം.